ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. ജനറൽ സർവീസും ഓയിൽ ചേഞ്ചും ബ്രേക്ക് ചെക്കപ്പ് വാട്ടർ സർവീസ് ഇതൊക്കെ പറഞ്ഞാണ് സർവീസിൽ കയറിയേക്കണേ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ലൈനർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അത് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ആ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിൽ പോകാൻ കാരണം കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയിടാം, ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല, സെൻട്രൽ പോർഷനിലൊന്നും പിടുത്തമില്ല കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ സെൻറ്ററിലൊന്നും ഒട്ടും ഗ്രിപ്പ് കാണിക്കുന്നില്ല. ടയർ മാറ്റേണ്ട ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട, സൈഡിലെ കട്ട സെൻട്രൽ പോർഷൻ ഇല്ല, സൈഡിലെ ഗ്രൂ മാത്രമാണ് നിലവിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ടയർ മാറ്റി കളയാനാണ് ബെറ്റർ, കാരണം മാക്സിമം ടയറിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ചെക്ക് ക്ലീനിങ് കൂടി നടത്തുന്നുണ്ട് കൂട്ടത്തിയുടെ. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് വയ്ക്കുമ്പോൾ ക്ലച്ചിൽ കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. ഒന്ന് നമുക്കതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഓയിൽ സീൽ പോയേക്കാണ്. അത് ഓയിൽ സീൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് ബെൻഡെക്സ് യൂണിറ്റാണ്. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ട്, കാരണം ഞാൻ വീല് ഇതുമ്പോൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്രാങ്കിൻ്റെ ഇവിടെ വരുന്ന ഈ ബെൻഡെക്സ് പോയി പിടിക്കുന്ന വീലിൻ്റെ ഒരു ഭാഗം ഇതുമ്പോൾ ടച്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചെറിയ ഒരു കളർ ഷെയ്ഡ് കാര്യങ്ങൾ നല്ല ക്ലിയറായ കണ്ടീഷനിൽ നിൽക്കുക. അപ്പം നിലവിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്രാങ്ക് അലൈൻ ചെയ്ത് കയറ്റിയിടാനേ പറ്റുള്ളൂ. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലുള്ള കംപ്ലയിൻ്റാണ് ഇപ്പോൾ കാണിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കേജ് കാണുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ട് ഈ സൈഡിലേക്ക് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രാങ്ക് അലൈൻ ചെയ്തിട്ട് ഓയിൽ സീൽ മാറ്റി റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി ഡാമേജാണ്. സെൻട്രൽ പോർഷനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും തന്നെ പൊട്ടിയൊരവസ്ഥയിൽ നിൽക്കുക. എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ട് വീണിരിക്കുകയാണ്. ചില പൊട്ടലുകളൊക്കെ നല്ല ഡീപ്പായ രീതിയിലുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ നല്ല ഡീപ്പായ രീതിയിലുള്ള പൊട്ടലുകളുണ്ട്. അപ്പോൾ ബെൽറ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വണ്ടി ഓട്ടത്തിലോ ഇനി ബെൽറ്റ് പൊട്ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത് കയറ്റി അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓൾറെഡി അത് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലെ ക്ലച്ച് വീലിൻ്റെ പുള്ളി വീൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ പിന്നുകൾ വന്ന ഭാഗം ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ്. ഇത് ശരിക്കും റൗണ്ട് ഷേപ്പാണ്. അതേപോലെ തന്നെ വന്ന ഷേപ്പിലാണ് ഇവിടെയും വന്നെ. അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പിന്ന് റോളർ കാര്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ ഈ പിന്നും റോളറും വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ തേമാനം വന്നിട്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല. ഇത്രയും പ്ലേയിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുക. അത് ഓൾറെഡി ഇനിയിപ്പോൾ അതിനോട് കണക്ഷൻ വരുന്ന ഈ വീല് ചെറിയൊരു തേമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈയോടെ ഈ വീല് മാറ്റി ആ റോളർ പിന്നെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോയിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പിന്നെ മാറ്റിയിടണം. രണ്ടാമത് ഇടുന്ന സമയത്ത് ഈ വീലും കൂടി ഡാമേജിലേക്ക് പോകും. ഇപ്പം നിലവിൽ ഈ ഓരോ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വീല് മാറ്റി വീല് പഴയ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് അവിടെ റെഡി ആക്കി പോകുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ CVT ക്ലച്ചിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, ഡ്രൈ ടൈപ്പാണ്. അത് നമ്മൾ ഓരോ സർവീസിൽ നമ്മളത് അഴിച്ച് നോക്കണം. ആവശ്യമാണെങ്കിൽ അത് അഴിച്ച് ഗ്രീസിങ് നടത്തണം. ഇവിടെ ഓയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അതിൻ്റെ ഗ്രീസിങ് ലൂബ്രിക്കേഷൻ മാനുവലായിട്ട് ചെയ്തു പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ സർവീസുമായി ബന്ധപ്പെട്ട് അഴിച്ചതാണ്, പക്ഷേ ഓൾറെഡി വീലുകളിൽ ഡാമേജ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണിത്. ഇതിൻ്റെ പിന്നുകളൊക്കെ ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലച്ച് ഷൂ അഴിച്ചാൽ പിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. എൻജിൻ റൂമിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ത്രോട്ടിൽ സെൻസറിൻ്റെ കണക്ഷനൊക്കെ ഓൾറെഡി കട്ടായ കിടക്കണേ. നിലവിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓടിക്കുമ്പോഴൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് അവസ്ഥ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും. കാരണം ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ. കേബിളുകളൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇതും ഇരിക്കുന്നത് കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇതും ഇരിക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള പഴക്കം, നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ 12.86 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.86 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ വാല്യൂസ് ആയിട്ട് വേണമെങ്കിൽ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇന്ന് കാണിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണിക്കാം. എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ബാറ്ററി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കൂടുതലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസ് നമുക്ക് മാറ്റിവിടാം. ഈ പ്ലഗ് മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല, വലിയ പഴക്കമായിട്ടില്ല, പുതിയ പ്ലഗായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ എയർ ഫിൽറ്റർ നമുക്ക് എന്തെങ്കിലും അടുത്ത സർവീസിൽ മാറ്റണം. സാധാരണ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടിയാണ് നമുക്ക് പ്ലഗ് കൂടി മാറ്റേണ്ടി വരാം.
സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്, ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെ. അത് മാറ്റേണ്ട കാലാവധിയൊക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൂടുതൽ മാറ്റുന്നുണ്ട്. പിന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കേസ്, എഞ്ചിനിലെ ഓയിൽ വളരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത്. ആകെ കൂടി എഞ്ചിനിൽ ഇത്ര ഓയിലാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഒന്നല്ല ഓയിൽ മാറ്റാനായിട്ട് വൈകി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തുന്നുണ്ടാവും. ഇതിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ തേവാനം വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മളിനി ഓയിൽ മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടണ സമയത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒരുപക്ഷെ നമുക്ക് പുകയുടെ പ്രസൻസ് നല്ല രീതിയിൽ ഉണ്ടാവാം. വെള്ള കളറിൽ പുക ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സിലിണ്ടർ പിസ്റ്റൺ ശരിക്കും പറഞ്ഞാൽ അലുമിനിയം പിസ്റ്റണാണ്. സിലിണ്ടർ ബോറിനകത്ത് അത് സ്ക്രാച്ച് ആയിട്ടുണ്ടാവും. കാരണം ലൂബ്രിക്കേഷനും ഹീറ്റിംഗ് റെസിസ്റ്റൻസ് നടക്കാത്തത് കൊണ്ട് തന്നെ പിസ്റ്റൺ ഡാമേജിലേക്ക് പോയിട്ടുണ്ടാവാനാണ് ഒരു 90% സാധ്യത. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് ഓയിലൊക്കെ പുതിയത് ഫില്ല് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കാം. കംപ്ലയിൻറ്റ് കാര്യമായിട്ട് കാണിക്കുന്നില്ല, പുകയുടെ പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ, ലക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിലിണ്ടർ പിസ്റ്റണൊക്കെ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഓയിൽ ഇങ്ങനെ ലെവൽ കുറഞ്ഞ് ഓടിയത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് തന്നെ ഏകദേശം ഓട്ടമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും. ഇനി അതല്ല ഓട്ടം കുറവാണെങ്കിൽ പോലും അടുത്ത മാസം ഈ ടൈമിലൊക്കെ സമയത്തൊക്കെ ഒന്ന് കയറ്റി അതിൻ്റെ എഞ്ചിനിലെ ഓയിൽ ലെവൽ കുറയുന്നുണ്ട്. അത് എത്ര കുറയുന്നുണ്ടെന്നുള്ള ദിവസം നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് കൂടുതലായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകേണ്ട ഒരു 200 മില്ലിയിലൊക്കെ കൂടുതൽ, 200 മില്ലിയിൽ കൂടുതലൊക്കെ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലയിൻറ്റ് പരിഹരിച്ചില്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും. നമുക്ക് ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കൊരു കോംപ്ലിക്കേഷനായിട്ട് തോന്നിയത് എഞ്ചിൻ ഓയിലിൻ്റെ കേസാണ്. അതൊന്ന് വൃത്തിയായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ബാക്കിത്തെ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രം തന്നെയാണ്. പിന്നെ ബാറ്ററി പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി. പക്ഷേ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. സെൽഫൊക്കെ വർക്ക് ചെയ്യണ്ടാവും, പക്ഷെ എന്നാൽ പോലെ എപ്പോൾ വേണമെങ്കിലും അത് പോകുന്നത് കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനുണ്ട്, ക്ലച്ചിനകത്ത് വീല്. ഞാനിപ്പോൾ അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്താം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കേസുണ്ട്. ഈ പെട്രോൾ ടാപ്പ്, കാർബറേറ്ററിലേക്ക് വരുന്ന പെട്രോളിൻ്റെ ടാപ്പ് ശരിക്കും വാക്യൂം ടൈപ്പാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനകത്തേക്ക് പെട്രോൾ വരാൻ പാടുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാവും, ഇപ്പോൾ ത്രൂ ഔട്ട് ലൈൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ എഞ്ചിൻ്റെ ലൊക്കേഷൻ, എഞ്ചിൻ റൂമിനകത്ത് ഇവിടെയാണ് അതിൻ്റെ പെട്രോളിൻ്റെ ടാപ്പ് വരാതിരിക്കുന്നത്. അപ്പോൾ ആ ഐറ്റാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് ഇടേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ വല്ല ഓവർഫ്ലോ അല്ലെങ്കിൽ പെട്രോൾ പൈപ്പ് പൊട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ടാങ്കിൽ എന്തോരം പെട്രോൾ ഉണ്ട് അതൊക്കെ ഫുള്ള് പുറത്തേക്ക് പോകും. ഇനി അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിലേക്ക് പെട്രോൾ ഇറങ്ങാൻ പാടുള്ളൂ. എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കാർബറേറ്ററിലെ പെട്രോൾ ലൈൻ ആക്റ്റീവ് ആവും. ആ കണ്ടീഷനിലാണ് ശരിക്കും എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഓൾറെഡി അത് കംപ്ലയിൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ലൈൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടാപ്പ് കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യും.